ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കരിവേപ്പില, ക്യാപ്സിക്കം ചെറുതാക്കി കട്ട് ചെയ്തതാണ്, അതും ഇട്ട് കൊടുക്കുക. അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഒരു സവാള ഇതേപോലെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ വാട്ടിയെടുക്കുക. നല്ല ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലകൾ ഇട്ട് കൊടുക്കണം. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ഉപ്പ്. ഈ മസാലേൻ്റെയൊക്കെ പച്ചമണം മാറി വരുന്നവരെ ഒന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 2 കോഴിമുട്ടയാണ്. 2 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് സമയം ഒട്ടി പിടിക്കുന്നത് പോലെയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ ഇതേപോലെ മുട്ടയൊക്കെ നല്ലതുപോലെ ഫ്രൈ ആവുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ് ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ. സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ക്യാപ്സിക്കം മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാണ്ടോ. ഇവിടെ അടിപൊളി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയുള്ള പണി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മൾ